കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മധുശ്രീ കാർത്തികോട് പറയണേ, ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ഞാൻ നിൻ്റെ കള്ളക്കളിയെല്ലാം സത്യാമ്മയോട് പറയും. എന്താ അത് വേണോ? വേണ്ട, ഞാൻ നിങ്ങൾ പറയുന്നത് എന്താണെങ്കിലും അനുസരിച്ചോളാം. എനിക്ക് എൻ്റെ ഹർഷൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അന്നേരം മധുശ്രീ പറയണേ, കൊള്ളാം, മിടുക്കി. അങ്ങനെയാണെങ്കിൽ നിനക്ക് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഹർഷൻ്റെ കൂടെ US പോകാം. അതിന് നീ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ഞാൻ പറയുമ്പോൾ എന്നോട് ചോദ്യമൊന്നും തിരിച്ച് ചോദിക്കാൻ വരരുത്. അതുപോലെ സത്യഭാമയുടെ വീട്ടിൽ ഒരു ഇല ഇണങ്ങിയ അപ്പം തന്നെ നീ എന്നെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കണം. എന്താ, ഡീലല്ലേ? ഡീലാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൈ കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന ശാലിനിയാണ് കേട്ടോ. ഈ സമയം ശാലിനിയുടെ മനസ്സിലും വിഷ്ണു താലി കെട്ടിക്കൊണ്ടുവന്ന ആ പെണ്ണിനെ അതുകൊണ്ട് വിഷ്ണുവിനോട് ശാലിനി കരഞ്ഞപേക്ഷിച്ച കാര്യവും പിന്നീട് സത്യഭാമ പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ ശാലിനി ഇങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുക. ഇതേസമയം ശാരദയാണെങ്കിൽ ശാലിനിയെ കാണാതെ അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുക. ഈ പെണ്ണിൻ്റെ എവിടെ പോയി? ശാലിനി എന്നൊക്കെ പറഞ്ഞ് അവിടെ എല്ലാം നടക്കുമ്പോഴായിരിക്കും കുറച്ച് മുമ്പിൽ നടന്നു പോകുന്ന ശാലിനിയെ കാണുന്നത്. ഇവളിത് എങ്ങോട്ട് പോകുക? ശാലിനി എന്ന് പറഞ്ഞ് ശാലിനിയുടെ പിന്നാലെ ചെല്ലുക. ഈ സമയത്ത് വേഗതയിൽ വരുന്നൊരു കാറ് ശാലിനിയെ വന്ന് ഇടിച്ചിടുവാണ് കേട്ടോ. അങ്ങനെ ആ കാറിടിച്ച് തെറിച്ച് വീഴുവാണ് ശാലിനി. ഈ കാഴ്ച കണ്ട് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ശാരദ ഓടി വരിക. അന്നേരം കാണുന്നത് രക്തത്തിൽ കുളിച്ചെടുക്കുന്ന ശാലിനിയാണ്. ശാരദ വിളിച്ചിട്ടാണെങ്കിൽ അനക്കൊന്നുമില്ല. ശാലിനി മരിച്ചു എന്ന് ഉറപ്പിച്ച് ശാരദാമ്മ മോളെ ശാലിനി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുക. പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുവാൻ കേട്ടോ വിഷ്ണു. അപ്പോൾ ശാലിനി മരിച്ചതായിട്ട് വിഷ്ണു കണ്ടൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശാലിനി ശാലിനി എന്നും പറഞ്ഞ് ഉറക്കത്തിൽ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം കാർത്തിക് ഓടി വന്ന് ലൈറ്റ് ഇട്ടിട്ട് വിഷ്ണുവിനോട് എന്താ കാര്യം എന്ന് അന്വേഷിക്കുക. എന്താ വിഷ്ണു ഏട്ടാ, എന്താ ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നത്? എല്ലാവരും ഇപ്പോൾ ഓടി വരും. ഈ സമയത്ത് തന്നെ ഭാമയും ശ്യാമയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭാമ വന്നിട്ട് ചോദിക്കണേ, എന്താ പറ്റിയത്? ഈ സമയം വിഷ്ണു വീണ്ടും ശാലിനി 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 മരിച്ചു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പോയി പറയുവാണ്. അന്നേരം ഭാമ കാർത്തികോട് പറയണേ, മോളെ കുറച്ച് വെള്ളം എടുത്തേ. അങ്ങനെ വെള്ളം എടുത്ത് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തളിക്കുക. എന്താ നീ പറയുന്നത്? അത് ശാലിനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ശാലിനി മരിച്ചു, ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? നീ ഇവിടെയല്ലേ കിടക്കുന്നത്? നീ എപ്പോഴാണ് പുറത്തു പോയതായിന്? ഈ സമയം കാർത്തിക പറയണേ, എന്തോ പേടി സ്വപ്നം കണ്ടതാന്ന് തോന്നുന്നു. ഈ സമയം ഭാമ ചോദിക്കണേ, നിനക്ക് ഏത് നേരത്തും അവളെക്കുറിച്ച് ചിന്തയുള്ളോ? അന്നേരം വിഷ്ണു ദേഷ്യത്തിൽ പറഞ്ഞേ, അമ്മേ ഞാൻ സ്വപ്നം കണ്ടതാണ്. അവൾ നിന്നെ പറ്റിച്ച് വേറെടുത്തൊരു കൂടെ ജീവിക്കുവാണ്. അങ്ങനെയുള്ള അവളാണോ നിന്റെ സ്വപ്നത്തിൽ വരുന്നത്? അവളെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. നിന്നെ നമ്മുടെ കുടുംബത്തെ ചതിച്ചവൾ അവൾ. നിനക്ക് മറ്റാരെയൊക്കെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്? നിന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാം, അമ്മയെക്കുറിച്ച് ചിന്തിക്കാം, ഈ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാം. അതൊന്നും ചിന്തിക്കാതെ അവളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. അവൾ നിന്റെ സ്വപ്നത്തിൽ പോലും വരുന്നത് എനിക്കിഷ്ടമല്ല. അന്നേരം വിഷ്ണു പറയണേ, അതിന് സ്വപ്നം കാണുന്നത് തടയാൻ പറ്റുമോ? ഈ സമയം ഭാമ പറയണേ, പറ്റണം. നിന്റെ മനസ്സിൽ കാർത്തികയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി. ഇനി ശാലിനി നദിയായിട്ട് നീ പൂർണ്ണമായും മറന്നിരിക്കണം. എന്താണെങ്കിലും കിടന്നുറങ്ങാൻ നോക്ക്. വാ ശ്യാമേ. അങ്ങനെ ഒരു പോകാൻ തുടങ്ങുമായിരിക്കും. വാതിലിൻ്റെ അവിടെ എത്തുമ്പോൾ സത്യഭാമ കാർത്തികേനെ വിളിക്കുക. മോളിന്ന് ഒന്നിങ്ങോട്ട് വന്നേ. എന്നിട്ട് ശ്യാമയോട് നിന്ന് പറഞ്ഞു വിടുക. എന്നിട്ട് ഭാമ പറയുക, മോളെ ഇപ്പോൾ നീയാണ് അവൻ്റെ ഭാര്യ. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഭൂതകാലത്തിൽ നിന്നും ഭാവി കാലത്തിൽ നിന്നും മറ്റൊരു പെണ്ണും കടന്നു വരാതെ നോക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം. അത് നിൻ്റെ മിടുക്ക. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മേ എന്ന് പറയുന്നുണ്ട് കാർത്തിക. അങ്ങനെ ഭാമ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു വീണ്ടും ആ സ്വപ്നത്തെ പറ്റി ഓർക്കുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിന് അവിടെ ഉറച്ചിരിക്കാൻ പറ്റുന്നില്ല. വിഷ്ണു വേഗം തന്നെ ആരുടെ ശ്രദ്ധയപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി ജീപ്പ് എടുത്ത് പോകുവാണ്. ഈ സമയം മുകളിൽ നിൽക്കുന്ന കാർത്തിക ഇത് കാണുന്നുണ്ട് കേട്ടോ. കാർത്തിക പറയണേ, പാവം വിഷ്ണുവേട്ടൻ ശാലിനിയെ കാണാതെ സമാധാനം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. പോയി കണ്ട് സമാധാനത്തോടെ തിരിച്ചു വരട്ടെ. പിന്നീട് കാണിക്കുന്നത് മധുശ്രീനെയാണ് കേട്ടോ. മധുശ്രീ പറയണേ, അവൾ എന്നെ ഇതുവരെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ ഭീഷണിയൊന്നും അവൾ കേട്ടില്ലേ? എന്താണെങ്കിലും ആവശ്യം എൻ്റെതായി പോയില്ലേ, ഒന്നങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. അങ്ങനെ പറഞ്ഞ മധുശ്രീ കാർത്തികയെ വിളിക്കണേ. ഹലോ, എന്താ മധുശ്രീ ഈ സമയത്ത്? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞത് നീ വലിയ കാര്യമായിട്ട് എടുത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് അവിടെ ഒരു ഇല ഇണങ്ങിയ എന്നെ അറിയിക്കണമെന്ന്. അന്നേരം കാർത്തിക പറയണേ, അതിനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ലേ, ഒന്നും സംഭവിച്ചില്ലേ? പിന്നെ നീ എന്താ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തത്? അന്നേരം കാർത്തിക പറഞ്ഞേ, അത് പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നതാ, പക്ഷേ പെട്ടെന്ന് ഞെട്ടി എണീറ്റെന്നോ? എന്തു പറ്റി? അന്നേരം കാർത്തിക നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് പോയ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. ഈ സമയം മധുശ്രീ ചോദിക്കണേ, അല്ല വിഷ്ണു എങ്ങോട്ടേക്കാണ് പോയത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല എങ്ങോട്ടേക്കാണ് പോയതെന്ന്. അന്നേരം മധുശ്രീ പറയണേ, അവൻ പോയത് ഉറപ്പായി ശാലിനിയെ കാണാനായിരിക്കും. നീ ഇപ്പം തന്നെ ഈ വിവരം സത്യാമ്മയെ അറിയിക്കണം. അയ്യോ ഞാനോ? എന്നെക്കൊണ്ട് പറ്റില്ല.
നിന്നെക്കൊണ്ട് പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ രഹസ്യങ്ങൾ സത്യാമ്മയെ അറിയിക്കാം. എന്താ അത് വേണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ സമയം മധുശ്രീ പറയണേ, പിന്നെ നീ ഇത് പറയുമ്പോൾ വിഷ്ണു നേരെ കുടുംബശ്രീയിലേക്കാണ് പോയതെന്നുള്ള രീതിയിലൊന്നും പറയണ്ട. സംസാരത്തിൻ്റെ ഇടയിൽ അറിയാതെ പറയുന്നത് പോലെ വിഷ്ണു വീട്ടിലൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നീ പറഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ അവർ തന്നെ ഓരോന്ന് ആലോചിച്ചെടുത്തോളും. അല്ലെങ്കിൽ നീ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആണെന്ന് അവർ വിചാരിക്കും. ഇതറിയുമ്പോൾ സത്യഭാമ തന്നെ വേണ്ടത് ചെയ്തോളും. പറഞ്ഞത് മനസ്സിലായല്ലോ? എത്രയും വേഗം നീ ഇത് ബാമാൻ്റെ അറിയിക്കണം. ഓക്കെ? അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. എന്നിട്ട് മധുശ്രീ പറയണേ, വിഷ്ണു ശാലിനി ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ ഭർത്താവിനൊന്ന് കാണാൻ പോലും ആവാതെ വേദനിച്ച് അവൾ അവസാനം വിഷ്ണു കണ്ട സ്വപ്നം നിറവേറ്റി കൊടുക്കണം. അവൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം. അങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ് മധുശ്രീ. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയിലെത്തുന്ന വിഷ്ണുവിനെയാണ്. വിഷ്ണു അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതും മുറ്റത്തൊരു ബുള്ളറ്റ് കിടക്കുന്നത് കാണുവാണ്ടോ. അങ്ങനെ വിഷ്ണു അകത്തേക്ക് കയറി വാതിലിൻ്റെ നിൽക്കുക. വാതിൽ പകുതി ചാരിയ നിലയിൽ കിടക്കുക. അങ്ങനെ വിഷ്ണു അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ അകത്തിരിക്കുന്ന ദേവനെ കാണുവാണ്ടോ. ഈ സമയം ശാലിനി ദേവനുള്ള ലെമൺ ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ശാലിനിയെ കാണുമ്പോഴായിരിക്കും വിഷ്ണുവിന് ആശ്വാസമാകുന്നത്. അങ്ങനെ ജ്യൂസ് ശാലിനി ദേവന് കൊടുക്കുക. പിന്നാലെ ശാരദാമ്മയും വരുന്നുണ്ട്. മോനെ ചോറെടുക്കട്ടെ എന്ന് ശാരദ ചോദിക്കുക. അന്നേരം ദേവൻ പറയണേ, അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? മോനറിയാലോ, ഇവിടെ ഏത് നേരത്ത് ആണെങ്കിലും വന്നാലും കൊടുക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ കരുതിയിട്ടുണ്ടാവും. അന്നേരം ദേവൻ പറയണേ, എന്താണെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അതിനുശേഷം അയാൾ കൊല്ലത്തേക്ക് തിരിച്ചു പോയത്. നാളെ രാവിലെ തന്നെ ഞാനും തിരിച്ച് ഗൾഫിലോട്ട് പോകും. സത്യം പറഞ്ഞാൽ തേജസ്സിന് പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. താനെന്താ ശാലിനി എന്നോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്? അന്നേരം ശാലിനി പറയണേ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ആകെ തളർന്നിരിക്കുമായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നവരോട് കൂടി ആ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വിഷമം കൂടുകയല്ലേ ചെയ്യൂ, കുറയില്ലല്ലോ. അന്നേരം ദേവൻ പറയണേ, എന്നാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാനല്ലേ? ഞാൻ തൻ്റെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്? അത് കേൾക്കുന്നതും വിഷ്ണു അങ്ങ് ഷോക്കാകുവാണ്. ഈ സമയം ശാലിനി പറയണേ, അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരുവുള്ളായിരുന്നു. അന്നേരം ദേവൻ പറയണേ, എന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകാരണം ഞാനായിട്ട് എന്നെ മാറ്റിയാൽ പോരെ? അന്ന് സത്യനെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഞാനല്ല സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞത്. അവരെൻ്റെ മേലത് ആരോപിക്കുമായിരുന്നു. ഈ സമയം വിഷ്ണു ആ സംഭവങ്ങൾ ഓർക്കുക. വിഷ്ണുവും ദേവനെ മുട്ടിയതും. ഈ സമയം രോഹിത് നിങ്ങളല്ലേ സത്യയുടെ അച്ഛനെന്ന് ചോദിച്ച് രോഹിത് ദേവനെ കുറേ ചീത്ത പറഞ്ഞതൊക്കെ വിഷ്ണു ഓർക്കുവാണ് കേട്ടോ. എന്നിട്ട് ദേവൻ പറയണേ, സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് പത്മിനിയുടെ അച്ഛൻ സത്യയുടെ അച്ഛനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നോട് കുറേ ദേഷ്യത്തിലാണ് സംസാരിച്ചത്. ആ സമയത്ത് സത്യയുടെ അമ്മയുടെ ഫ്രണ്ട് മാത്രമാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് തോന്നി. പിന്നെ എന്നെപ്പോലെ ഒരാളുടെ പ്രൊട്ടക്ഷൻ സത്യയ്ക്ക് വേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അത് ഞാൻ മാറ്റി പറയാഞ്ഞത്. പക്ഷേ എനിക്ക് മാറ്റി പറയാൻ അവസരം ഉണ്ടായിരുന്നു. സത്യഭാമ സത്യയുടെ പാരൻസിനെ കാണണമെന്ന് പറഞ്ഞ സമയം അന്ന് സത്യഭാമയുടെ മുന്നിലേക്ക് പോയപ്പോഴും എനിക്കത് പറയാനായിട്ട് പറ്റിയില്ല. അങ്ങനെ എല്ലാ സത്യങ്ങളും വിഷ്ണു മനസ്സിലാക്കുവാണ്. ദേവൻ്റെ നാവിൽ നിന്ന് തന്നെ വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാണ്. ദേവനാണ് ശാലിനിയുടെ ഭർത്താവെന്നാണല്ലോ ഭാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമ്മയുടെ ആ ധാരണ തെറ്റാണെന്ന് വിഷ്ണുവിന് പൂർണ്ണമായിട്ട് ഉറപ്പാകുവാണ് കേട്ടോ. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.